അതിശക്തമായ ആയുധങ്ങളും പോരാട്ട വീര്യവും കൊണ്ട് മഹാഭാരത യുദ്ധത്തിന്റെ ചരിത്രം തന്നെ തിരുത്തിക്കുറിക്കാൻ ശേഷിയുണ്ടായിരുന്ന, എന്നാൽ കാലത്തിന്റെ തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞുപോയ ഒരു മഹാപോരാളിയുടെ കഥയാണിത്. ഭീമസേനന്റെ പൗത്രനും വീരനായ ഘടോൽഗജന്റെ പുത്രനുമായ ബാർബറീകൻ എന്ന അജയ്യനായ ആ യോദ്ധാവിനെക്കുറിച്ച് പുരാണങ്ങളിൽ സ്കന്ദപുരാണം പോലുള്ള ഗ്രന്ഥങ്ങളിലാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. അസാമാന്യമായ ശക്തികൾ ജന്മനാ തന്നെ ലഭിച്ച ബാർബറീകന്റെ പാരമ്പര്യം തന്നെ അത്ഭുതകരമായിരുന്നു. വായുദേവന്റെ പുത്രനായ ഭീമന്റെയും രാക്ഷസവംശജയായ ഹിഡിംബിയുടെയും മകനായി ജനിച്ച ഘടോൽഗജനിലൂടെ ഒരേ സമയം ദേവാംശവും രാക്ഷസീയമായ അമാനുഷിക കരുത്തും ബാർബറീകന് പാരമ്പര്യമായി ലഭിച്ചു. ഇതിനു പുറമെ ബാർബറീകന്റെ മാതാവായ മൗർവി ഒരു നാഗകന്യകയായിരുന്നു. നാഗവംശത്തിന്റെ നിഗൂഢമായ ജ്ഞാനവും യുദ്ധതന്ത്രങ്ങളും അമ്മയിൽ നിന്ന് അഭ്യസിച്ച ബാർബറീകൻ തന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ശിവഭഗവാനെ കഠിനമായി തപസ്സു ചെയ്തു. തപസ്സിൽ പ്രസന്നനായ പരമശിവൻ അദ്ദേഹത്തിന് ലോകത്തെ ഏത് ലക്ഷ്യത്തെയും തകർക്കാൻ ശേഷിയുള്ള 3 ദിവ്യാസ്ത്രങ്ങൾ വരമായി നൽകി. ഈ അസ്ത്രങ്ങളുടെ പ്രത്യേകത അത്ഭുതകരമായിരുന്നു. ആദ്യത്തെ അസ്ത്രം താൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കളെ അടയാളപ്പെടുത്തും. രണ്ടാമത്തേത് താൻ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവരെ വേർതിരിക്കും. മൂന്നാമത്തെ അസ്ത്രം അയക്കുമ്പോൾ അത് ഒന്നാമത്തെ അസ്ത്രം അടയാളപ്പെടുത്തിയ സകലതിനെയും നിമിഷനേരം കൊണ്ട് ഇല്ലാതാക്കി ബാർബറീകന്റെ പക്കലേക്ക് തന്നെ തിരിച്ചെട്ടും. ഇതിനു പുറമെ അഗ്നിദേവൻ നൽകിയ ദിവ്യമായ വില്ലും ബാർബറീകനെ 3 ലോകങ്ങളിലും അജേയനാക്കി മാറ്റിയിരുന്നു. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് അർജുനനും കർണനും ഭീഷ്മരും അടക്കമുള്ള മഹാരഥന്മാർ യുദ്ധം തീർക്കാൻ ദിവസങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ബാർബറീകൻ തന്റെ മാതാവിനോട് യാത്ര ചോദിച്ചു. യുദ്ധത്തിൽ തോൽക്കാൻ പോകുന്നവർക്കും ദുർബലർക്കുമൊപ്പം നിൽക്കുമെന്ന ഉറച്ച ശപഥവുമായാണ് അദ്ദേഹം പുറപ്പെട്ടത്. വഴിമധ്യേ ഒരു ബ്രാഹ്മണ വേഷത്തിലെത്തിയ ശ്രീകൃഷ്ണൻ ബാർബറീകന്റെ ശക്തിയെ പരീക്ഷിച്ചു. ഒരു മരത്തിലെ ഇലകൾ മുഴുവൻ ഒരൊറ്റ അസ്ത്രം കൊണ്ട് തുളച്ച ബാർബറീകന്റെ കഴിവിൽ കൃഷ്ണൻ അത്ഭുതപ്പെട്ടു. എന്നാൽ ബാർബറീകന്റെ ശപഥം പാണ്ഡവർക്ക് വലിയൊരു ഭീഷണിയാകുമെന്ന് കൃഷ്ണൻ തിരിച്ചറിഞ്ഞു. കാരണം ദുർബലപക്ഷത്തെ സഹായിക്കാനിറങ്ങുന്ന ബാർബറീകൻ പാണ്ഡവർക്കൊപ്പം ചേർന്നാൽ നിമിഷനേരം കൊണ്ട് കൗരവപട ഒടുങ്ങും. അപ്പോൾ കൗരവർ ദുർബലരാകുകയും ബാർബറീകൻ തന്റെ ശപഥപ്രകാരം കൗരവപക്ഷത്തേക്ക് മാറി പാണ്ഡവരെ ആക്രമിക്കേണ്ടി വരികയും ചെയ്യും. ഇത്തരത്തിൽ 2 പക്ഷത്തെയും മാറി മാറി കൊന്നൊടുക്കി ഒടുവിൽ ബാർബറീകൻ മാത്രം അവശേഷിക്കുന്ന ഒരു മഹാദുരന്തമായി ആ യുദ്ധം മാറുമെന്ന് കൃഷ്ണൻ വിശദീകരിച്ചു കൊടുത്തു. ധർമ്മസ്ഥാപനത്തിനായി നടക്കുന്ന ഈ യുദ്ധത്തിൽ തന്റെ സാന്നിധ്യം വിഘാതമാകുമെന്ന് മനസ്സിലാക്കിയ ബാർബറീകൻ കൃഷ്ണന്റെ ആഗ്രഹപ്രകാരം സ്വന്തം ശിരസ് ദാനമായി നൽകാൻ തയ്യാറായി. എന്നാൽ യുദ്ധം മുഴുവൻ കാണണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം പരിഗണിച്ച് ജീവനുള്ള ആ ശിരസ് കൃഷ്ണൻ ഒരു കുന്നിൻ മുകളിൽ പ്രതിഷ്ഠിച്ചു. 18 ദിവസത്തെ മഹാഭാരത യുദ്ധത്തിന് ബാർബറീകന്റെ ആ ശിരസ് സാക്ഷിയായി. യുദ്ധശേഷം പാണ്ഡവർ തങ്ങളുടെ വിജയത്തിൽ അഹങ്കരിച്ചപ്പോൾ അവിടെ നടന്നത് മനുഷ്യരുടെ പോരാട്ടമല്ലെന്നും മറിച്ച് അധർമ്മികളെ നിഗ്രഹിക്കുന്ന വിഷ്ണുവിന്റെ സുദർശന ചക്രവും കാളി രൂപവുമാണെന്നും സത്യം വിളിച്ചു പറഞ്ഞത് ബാർബറീകനായിരുന്നു. ആത്മത്യാഗത്തിന്റെ ഉത്തമ ഉദാഹരണമായ ബാർബറീകനെ കൃഷ്ണൻ തന്റെ പേര് നൽകി അനുഗ്രഹിച്ചു. ഇന്ന് രാജസ്ഥാനിലെ ഖാട്ടു ശ്യാം ക്ഷേത്രത്തിൽ കലിയുഗത്തിന്റെ ദൈവമായി ബാർബറീകൻ ആരാധിക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധത്തെ ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാൻ കരുത്തുണ്ടായിട്ടും ധർമ്മത്തിനുവേണ്ടി സ്വയം ബലിയർപ്പിച്ച ആ മഹാപോരാളിയുടെ കഥ മഹാഭാരതത്തിലെ ഏറ്റവും തീക്ഷ്ണമായ അധ്യായങ്ങളിലൊന്നായി ഇന്നും നിലനിൽക്കുന്നു.